മലയാള സിനിമാ ലോകത്തെയും അതുപോലെ തന്നെ കേരളീയ മനസാക്ഷിയും ഒന്നടങ്കം ഞെട്ടിച്ച യുവതിയെ ആക്രമിച്ച, അതായത് യുവനടിയെ ആക്രമിച്ച കേസിലെ 8 വർഷവും 8 മാസവും നീണ്ട നിയമപരമായ പോരാട്ടങ്ങൾക്കും അതിസങ്കീർണമായ വാദപ്രതിവാദങ്ങൾക്കും ശേഷം നിർണായകമായ വിധി പ്രഖ്യാപനം അടുക്കുകയാണ്. 2017 ഫെബ്രുവരി 17 രാത്രിയിൽ സംഭവിച്ച ഒരു യുവനടിയോടുള്ള അതിക്രമത്തിന്റെ ഞെട്ടിക്കുന്ന കഥയാണ് ഈ കേസിന്റെ തുടക്കമെന്ന് പറയുന്നത്. തൃശ്ശൂരിൽ നിന്നും കൊച്ചിയിലേക്ക് യാത്ര ചെയ്യുകയെന്ന പ്രശസ്ത നടിയെ ഒരു സംഘം ആളുകൾ ഓടുന്ന വാഹനത്തിൽ വെച്ച് അതിക്രമിച്ച് അതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തിയ സംഭവം കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ കറുത്ത അധ്യായമായി മാറുക കൂടിയായിരുന്നു. മലയാള സിനിമയിലെ പ്രമുഖ നടിയായ യുവതിയെ ആക്രമിച്ച കേസ് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ ചരിത്രത്തിൽ തന്നെ ഒരു സുപ്രധാനമായ ഏടായി അടയാളപ്പെടുത്തുന്നവ കൂടിയാണ്. 2017 ഫെബ്രുവരി 17 കൃത്യമായി പറഞ്ഞാൽ രാത്രി നടന്ന ഈ ഹീനമായ അതിക്രമം കേവലം ഒരു ക്രിമിനൽ സംഭവം എന്നതിലുപരി സിനിമാ മേഖലയിലെ അധികാര ഘടകങ്ങളുടെയും അതുപോലെ സ്ത്രീകളുടെ സുരക്ഷയെക്കുറിച്ചുള്ള പൊതുസമൂഹത്തെയും നീതിക്കായുള്ള ഒരിരയുടെ അതായത് അതിജീവിതയുടെ അചഞ്ചലമായ പോരാട്ടത്തെയും അടയാളപ്പെടുത്തുന്നത് കൂടിയാണ്. 8 വർഷവും 8 മാസവും നീണ്ട നിയമ പോരാട്ടങ്ങൾക്കും അതിസങ്കീർണമായ വാദപ്രതിവാദങ്ങൾക്കുമെല്ലാം ശേഷം 2025 ഡിസംബർ 8 എറണാകുളം പ്രിൻസിപ്പൽ സെഷൻ കോടതി വിധി പ്രസ്താവിക്കാൻ ഒരുങ്ങുമ്പോൾ കേരളീയ സമൂഹം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ആ വിധിക്ക് വേണ്ടി മാത്രമാണ്. കാരണം അത്രത്തോളം അതീവ ദാരുണമായ രീതിയിലാണ് ആ യുവനടി ആക്രമിക്കപ്പെട്ടത്. കേരള സമൂഹം ഒന്നടങ്കം അവർക്കൊപ്പം നിന്നപ്പോഴും മലയാള സിനിമാ ലോകത്തിൽ ഒരു വിഭാഗം ആൾക്കാർ നിന്നത് വേട്ടക്കാരനൊപ്പം കൂടിയാണ് എന്ന് കൂടി ആലോചിക്കേണ്ടിയിരിക്കുന്നു. അവിടെ നാം എടുത്തു പറയേണ്ടതും അതാണ്. അതിനുശേഷമാണ് മലയാള സിനിമാ ലോകത്ത് നടക്കുന്ന അതിഗുരുതരമായ അതീവ ഗൗരവകരമായ പല വാർത്തകളും പല സംഭവങ്ങളും പുറത്തു വരാനൊരു കാരണമാകുന്നതും യുവനടിക്ക് നേരെയുണ്ടായ അതിക്രമത്തിന് ശേഷം മാത്രമാണ്. കാരണം അതുവരെയും മലയാള സിനിമാ ലോകം എന്നത് ഒരു അധോലോകം പോലെ ആർക്കും അറിയാത്ത നിഗൂഢമായ രഹസ്യകൂമ്പകൾ കൊണ്ട് നിറഞ്ഞിരുന്ന ഒരു സഭ മാത്രമായിരുന്നു. അത് പിന്നീട് ഇപ്പോഴത്തെ വെളിച്ചത്തിലേക്ക് വരികയും ആ വെളിച്ചത്തിന് തുടക്കമാകുന്നത് ഈ നടിക്ക് നേരെ ഉണ്ടായ അതിക്രമം കൂടിയാണ്. അതിൽ അറസ്റ്റിലാകുന്നതായിക്കോട്ടെ ഒരു മലയാള സിനിമയിൽ തന്നെ താരരാജാവെന്നറിയപ്പെടുന്ന ഒരു പ്രമുഖ നടൻ കൂടിയായിരുന്നു. 2025 ഡിസംബർ 8 എറണാകുളം പ്രിൻസിപ്പൽ സെഷൻ കോടതി വിധി പ്രസ്താവിക്കാൻ ഒരുങ്ങുമ്പോൾ കേരളീയ സമൂഹം ആകാംക്ഷയോടെ ആ വിധിക്ക് കാതോർക്കുക കൂടിയാണ്. പ്രധാനമായും തൃശ്ശൂരിൽ നിന്നും കൊച്ചിയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്ന യുവനടിയെ ഒരു സംഘം ആളുകൾ ഓടുന്ന കാറിൽ വെച്ച് അതിക്രമിച്ച് അതിൻ്റെ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തിയതോടെയാണ് ഈ കേസുകൾക്കെല്ലാം തുടക്കമാകുന്നത്. ആസൂത്രിതമെന്ന് കരുതപ്പെടുന്ന ഈ ആക്രമണം കേരളീയ പൊതുസമൂഹത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു. സംഭവം പുറത്തു വന്ന ഉടൻ തന്നെ അതിജീവിതയായ നടി അസാമാന്യമായി ധൈര്യം പ്രകടിപ്പിച്ചുകൊണ്ട് പോലീസിൽ പരാതി നൽകി. ഈ പരാതി സിനിമയ്ക്കുള്ളിലെ ഇരുണ്ട യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചും വ്യക്തിപരമായ വൈരാഗ്യങ്ങൾ എത്രത്തോളം ക്രിമിനൽ സ്വഭാവമുള്ള ഗൂഢാചരണകളിലേക്ക് വഴിമാറുന്നു എന്നതിനെക്കുറിച്ചുമുള്ള ചർച്ചകൾക്ക് തിരിതു കൊളുത്തുകയും ചെയ്തു. സംഭവം നടന്ന ദിവസങ്ങൾക്കകം കേസിലെ മുഖ്യപ്രതിയും ആക്രമണം നേരിട്ട് നടപ്പാക്കിയ ആളെന്ന് കരുതപ്പെടുന്നയാളുടെ ആളുമായ പൾസർ സുനി എന്ന സുനിൽ കുമാർ ഉൾപ്പെടെയുള്ള പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. തുടക്കത്തിൽ ഇതൊരു തട്ടിക്കൊണ്ടുപോകൽ ശ്രമമോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി പണം തട്ടാനുള്ള ശ്രമമോ ആയാണ് മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിരുന്നത്. എന്നാൽ സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘമായ SIT അവർ നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലുകളും തെളിവ് ശേഖരണവും ആണ് ഈ കേസിന്റെ ഗതി തന്നെ മാറ്റിമറിച്ചത്. ജയിലിൽ വെച്ച് പൾസർ സുനി നടത്തിയ ചില നിർണായകമായ വെളിപ്പെടുത്തലുകൾ കേവലം അതിക്രമത്തിനൊക്കെ അപ്പുറം ഒരു വലിയ ഗൂഢാലോചന ഈ സംഭവത്തിന് പിന്നിലുണ്ടെന്ന് പോലീസിന് സൂചന നൽകുകയും ചെയ്തു. തൻ്റെ പിന്നിൽ വലിയ സ്രാവുകൾ ഉണ്ടെന്നുള്ള സുനിയുടെ മൊഴി മലയാള സിനിമയിലെ ഉന്നതങ്ങളിലേക്ക് സംശയത്തിൻ്റെ മുനമ്പുകൾ തന്നെ നീണ്ടു ചെല്ലാൻ കാരണമായി. ഈ വെളിപ്പെടുത്തലുകൾക്കെല്ലാം ശേഷവും തുടർന്നുണ്ടാകുന്ന വിശദമായ പരിശോധനകൾക്കും ശേഷമാണ് കേസിന്റെ ഗൂഢാലോചനപരമായ മാനമെല്ലാം പുറത്തു വരുന്നത്. നീണ്ട ചോദ്യം ചെയ്യലുകൾക്കും അതുപോലെ സാഹചര്യപരമായ തെളിവുകളുടെ പരിശോധനയ്ക്കും ശേഷം 2017 ജൂലൈ 10 മലയാള സിനിമയിലെ പ്രമുഖ നടനും നിർമ്മാതാവുമായ ദിലീപിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. നടിയും ദിലീപും തമ്മിൽ മുമ്പുണ്ടായിരുന്ന വ്യക്തിപരമായ വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെ പ്രധാന പ്രേരണയെന്നും നടിയെ ആക്രമിക്കാനും അതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തി അപമാനിക്കാനുമുള്ള ഗൂഢാലോചനയിൽ 8ാം പ്രതിയായി ദിലീപിന് പങ്കുണ്ട് എന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ ആരോപിച്ചത്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ അതായത് IPC 120B വകുപ്പ് പ്രകാരമുള്ള ഗൂഢാലോചനയ്ക്കും ദിലീപിനെതിരെ ചുമത്തുകയും ചെയ്തു. ഒരു പ്രമുഖ നടൻ ക്രിമിനൽ ഗൂഢാലോചനയുടെ പേരിൽ അറസ്റ്റിലായത് മലയാള സിനിമാ ചരിത്രത്തിൽ ആദ്യ സംഭവമായിരുന്നു. ഇത് സിനിമാ മേഖലയിൽ വലിയ കോളിളക്കമാണ് ഉണ്ടാക്കിയതെല്ലാം. ദിലീപിന് 85 ദിവസത്തോളം ആലുവ സബ് ജയിലിൽ കഴിയേണ്ടി വന്നു. ഈ അറസ്റ്റ് മലയാള സിനിമയിലെ താരസംഘടനയായ AMAയുടെ ഉൾപ്പെടെയുള്ള അധികാര കേന്ദ്രങ്ങളെ പ്രതിസന്ധിയിലാക്കുകയും സംഘടനയുടെ നിലപാടുകളെക്കുറിച്ചുള്ള പൊതുസമൂഹത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറക്കുകയും ചെയ്തു. കേസിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് വിചാരണ നടപടികൾ വേഗത്തിലാക്കുന്നതിനും സുതാര്യത ഉറപ്പാക്കുന്നതിനുമായി എറണാകുളം പ്രിൻസിപ്പൽ കോടതി അവരുടെ കീഴിൽ വരുന്ന ഒരു പ്രത്യേക കോടതി തന്നെ രൂപീകരിച്ചു.
നീതിയുക്തമായ വിചാരണ ഉറപ്പാക്കുന്നതിനായി വിചാരണ നടപടികൾ രഹസ്യമായിരിക്കണമെന്ന് കോടതി കർശനമായി നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. പ്രതിഭാഗത്തിനും പ്രോസിക്യൂഷനും വേണ്ടി സിനിമാ രംഗത്തെ പ്രമുഖർ, സാങ്കേതിക വിദഗ്ധർ, അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ, ഡോക്ടർമാർ ഉൾപ്പെടെ 300-ലധികം സാക്ഷികളെയാണ് കോടതി വിസ്തരിച്ചത്. കേസിലെ പ്രധാന സാക്ഷികളായ ചിലർ വിചാരണയ്ക്കിടെ കൂറുമാറിയത് പ്രോസിക്യൂഷന് വലിയ വെല്ലുവിളിയും വലിയ തിരിച്ചടിയും ഉണ്ടാക്കുകയും ചെയ്തതാണ്. കൂറുമാറിയ സാക്ഷികളുടെ മൊഴികൾ പ്രതിഭാഗത്തിന് അനുകൂലമാകുമോ എന്ന ആശങ്ക നിയമവൃത്തങ്ങളിൽ ഉയർന്നും വരുന്നുണ്ട്. എന്നിരുന്നാലും അതിജീവിതയായ നടി തന്റെ മൊഴിയിൽ അചഞ്ചലമായി ഉറച്ചു നിൽക്കുകയും നീതിക്ക് വേണ്ടിയുള്ള തന്റെ പോരാട്ടം തുടരുകയും ചെയ്തുകൊണ്ടേയിരുന്നു. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തിയ മെമ്മറി കാർഡിന്റെ കസ്റ്റഡിയെക്കുറിച്ചും അതുപോലെ തന്നെ നിയമപരമായ പരിശോധനയെക്കുറിച്ചുമുള്ള തർക്കങ്ങൾ കേസിന്റെ നാൾവഴികളിലെ ഒരു പ്രധാന നിയമപ്രശ്നം കൂടിയായിരുന്നു. ഈ കാർഡ് ഒരു ഇലക്ട്രോണിക് തെളിവായി എന്നതിലുപരി അതിന്റെ ഉള്ളടക്കം എന്നത് അതിജീവിതയുടെ സ്വകാര്യതയും അതുപോലെ അന്തസ്സിനെയും ബാധിക്കുന്ന ഒന്നായതിനാൽ അതിന്റെ പരിശോധന സംബന്ധിച്ച് നിരവധി വാദങ്ങളും ഉയർന്നിരുന്നു. ഈ നിയമപരമായ തർക്കം കേസിനെ സുപ്രീം കോടതി വരെ എത്തിക്കുകയും സുപ്രീം കോടതിയുടെ ഇടപെടൽ നിർണായകമാവുകയും ചെയ്തു. വിചാരണ കോടതി ജഡ്ജിയുടെ നടപടിക്രമങ്ങൾക്കെതിരെ അതിജീവിതയായ നടി ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് കോടതിയുടെ മാറ്റമുണ്ടായതും ഈ കേസിന്റെ സുതാര്യത ഉറപ്പാക്കുന്നതിൽ ശ്രദ്ധേയമായ സംഭവം കൂടിയായിരുന്നു. നീതി ലഭിക്കുന്നെന്ന് ഉറപ്പാക്കാൻ അതിജീവിതം നടത്തിയ നിയമപരമായ ഇടപെടലുകൾ ഇന്ത്യൻ നീതിന്യായ ചരിത്രത്തിൽ തന്നെ അപൂർവം കൂടിയായിരുന്നു. കേസ് വിചാരണയുടെ അവസാന ഘട്ടത്തിലേക്ക് കടന്നപ്പോൾ 2021 ചലച്ചിത്ര സംവിധായകൻ ബാലചന്ദ്രകുമാർ നടത്തിയ ചില നിർണായകപരമായ വെളിപ്പെടുത്തൽ കേസിന് പുതിയ മാനം കൂടി നൽകി. കേസിലെ സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവുകൾ നശിപ്പിക്കാനും പ്രതികൾ ശ്രമിച്ചെന്നും ദിലീപിന്റെ വീട്ടിൽ വെച്ച് താൻ പൾസർ സുനിയെ കണ്ടിട്ടുണ്ടെന്നുള്ള അദ്ദേഹത്തിന്റെ മൊഴികൾ പ്രോസിക്യൂഷന്റെ ഗൂഢാലോചന വാദങ്ങൾക്ക് കൂടുതൽ ബലം നൽകുന്നത് കൂടിയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രോസിക്യൂഷന്റെ അപേക്ഷ പ്രകാരം കേസിൽ കോടതി തുടർ നടപടികൾ അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു. തുടരന്വേഷണത്തിൽ ലഭിച്ച പുതിയ തെളിവുകളും മൊഴികളും കേസിൽ നിർണായകമാവുകയും ചെയ്തു. തുടരന്വേഷണത്തിൽ നടിയെ ആക്രമിച്ച അന്വേഷണ ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ വേണ്ടി ഇവർ ഗൂഢാലോചന നടത്തിയെന്നുള്ള ആരോപണങ്ങൾ വരെ ശക്തമായി ഉയർന്നു വന്നത് കൂടിയാണ്. അതിന്റെ പേരിൽ ദിലീപിനെതിരെ പുതിയ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. ഈ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി ദിലീപിന്റെയും അദ്ദേഹത്തിന്റെ സഹോദരിയുടെ ഭർത്താവ് എന്നിവർ ഉൾപ്പെടെയുള്ളവരുടെ വീടുകളിൽ ക്രൈംബ്രാഞ്ച് റെയ്ഡുകളും നടത്തി. ഈ സംഭവം നിയമപരമായ തലത്തിൽ ദിലീപിന് വലിയ തിരിച്ചടി കൂടിയായി. ഈ കേസിന്റെ നിയമപരമായ പ്രാതിനിധ്യത്തിനൊപ്പം തന്നെ അതിൻ്റെ സാമൂഹികപരമായ സ്വാധീനവും വളരെ വലുതായിരുന്നു. ഈ 7 വർഷത്തെ പോരാട്ടത്തിൽ ഏറ്റവും തിളങ്ങി നിന്നത് അതിജീവിതയുടെ അസാമാന്യപരമായ ധൈര്യമായിരുന്നു. തന്നെ ഇര എന്ന ലേബലിൽ ഒതുക്കാതെ പോരാളി എന്ന ലേബലിൽ അല്ലെങ്കിൽ പോരാളി എന്ന നിലയിൽ അവർ നടത്തിയ പ്രസ്താവനകളും പ്രശസ്തമായൊരു പ്രതിക്കെതിരെ നീതിക്ക് വേണ്ടി നടത്തിയ ഉറച്ച പോരാട്ടവും പൊതുസമൂഹത്തിന് വലിയ പ്രചോദനവും മാതൃകയുമായി. അതിജീവിതയുടെ ഈ നിലപാട് ലൈംഗിക അതിക്രമങ്ങൾക്ക് ഇരയാകുന്നവർക്ക് നീതി തേടാൻ കൂടുതൽ കരുത്തുകൂടി നൽകുന്നതായിരുന്നു. മലയാള സിനിമയിലെ സ്ത്രീകളുടെ കൂട്ടായ്മയായ വിമൻസ് ഇൻ സിനിമ കളക്റ്റീവായ WCC അതിജീവിതയ്ക്ക് ശക്തമായ പിന്തുണയുമായി രംഗത്തും വന്നിരുന്നു. സിനിമയ്ക്കുള്ളിലെ പുരുഷാധിപത്യത്തെയും അധികാര ദുർവിനിയോഗത്തെയും അതിജീവിതയ്ക്ക് നീതി നിഷേധിക്കാൻ ശ്രമിക്കുന്ന പ്രവണതകളെയും WCC ശക്തമായി ചോദ്യം ചെയ്തു. ഇത് മലയാള സിനിമയിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിനും സാമൂഹ്യ നിലപാടിലും വലിയ മാറ്റങ്ങൾക്ക് വഴിവെച്ചു. ഈ കേസിന് തുടക്കം മുതൽ അവസാനം വരെ അസാധാരണമായ മാധ്യമ ശ്രദ്ധ ലഭിക്കുകയും ചെയ്തു. കേസിൻ്റെ ഓരോ ഘട്ടവും സാക്ഷി വിസ്താരങ്ങളും അതുപോലെ കോടതി വാദങ്ങളും വിശദമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. എന്നാൽ വിചാരണയുടെ രഹസ്യ സ്വഭാവം ലംഘിക്കപ്പെടുന്നുവെന്ന ആരോപണത്തെ തുടർന്ന് കോടതി മാധ്യമങ്ങൾക്ക് കർശനമായ നിയന്ത്രണം വരെ ഏർപ്പെടുത്തേണ്ട സാഹചര്യമുണ്ടായി. നീണ്ട വിചാരണകൾക്കും അതുപോലെ വാദപ്രതിവാദങ്ങൾക്കും ശേഷം നടിയെ ആക്രമിച്ച കേസിലെ എല്ലാ നടപടികളും പൂർത്തിയാക്കി 2025 ഡിസംബർ 8 എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധി പ്രസ്താവിക്കാനായി തീയതിയും നിശ്ചയിച്ചിരിക്കുകയാണ്. 1-ാം പ്രതിയായ പൾസർ സുനി മുതൽ 8-ാം പ്രതിയായ ദിലീപ് വരെ എല്ലാ പ്രതികളും വിധി പ്രഖ്യാപന ദിവസം കോടതിയിൽ നിർബന്ധമായും ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുമുണ്ട്. ഇനി ഈ കേസിലുണ്ടായിട്ടുള്ള നിർണായകമായ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് വിധി നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി പരിശോധിക്കാം. ഇതിൽ എടുത്തു പറയേണ്ടത് ആദ്യത്തെ ഗൂഢാലോചന തെളിയിക്കപ്പെടുമോ എന്നുള്ളതാണ്. അതായത് 8-ാം പ്രതിയായ ദിലീപിനെ എതിരെ ആരോപിക്കപ്പെട്ടിരിക്കുന്ന ക്രിമിനൽ ഗൂഢാലോചന കുറ്റമായ IPC 120B പ്രോസിക്യൂഷന് യുക്തിസഹമായ സംശയങ്ങൾക്കതീതമായി തെളിയിക്കാൻ സാധിച്ചോ എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായി കോടതി നിരീക്ഷിക്കുക. ഇവിടെ പരിശോധിക്കപ്പെടുന്നതും ഇത് തന്നെയായിരിക്കും. അതായത് നടിയുടെ ആക്രമണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ദിലീപ് എന്ന പ്രമുഖ നടന് ഈ കേസിൽ ഉണ്ടായിട്ടുള്ള ഗൂഢാലോചനകൾ, ക്രിമിനൽ ഗൂഢാലോചന കുറ്റങ്ങളെല്ലാം തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിക്കുമോ എന്നുള്ളതാണ്
8-ാം തീയതിയിലെ നിർണായകമായ ചോദ്യമായി നിലനിൽക്കുക. രണ്ടാമത്തേത് സാക്ഷികളുടെ വിശ്വാസ്യതയാണ്. അതായത് മൊഴി നൽകിയ സാക്ഷികളുടെ വിശ്വാസ്യത എന്നുള്ളതാണ്. കൂറുമാറിയ സാക്ഷികളുടെ മൊഴികൾ വിധിയിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തുമെന്നുള്ളതും അതിജീവിതയുടെയും അതുപോലെ നിർണായക സാക്ഷികളുടെ മൊഴികൾ കോടതി എങ്ങനെ കണക്കിലെടുക്കും എന്നുള്ളതുമാണ് രണ്ടാമത്തെ പ്രധാന കാര്യം. മൂന്നാമത്തേത് തെളിവുകളുടെ സാധുത എന്നുള്ളതാണ്. അതായത് തെളിവുകളുടെ സാധുത എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. മെമ്മറി കാർഡ് ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ തെളിവുകളുടെയും അതുപോലെ തന്നെ സാഹചര്യ തെളിവുകളുടെയും നിയമപരമായ സാധുത അത് എത്രത്തോളം കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്, എത്രത്തോളം പ്രോസിക്യൂഷന് അത് കോടതിയെ ധരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൂടി ഇവിടെ എടുത്തു പറയേണ്ട കാര്യമാണ്. മറ്റൊന്ന്, ഈ കേസിൻ്റെ വിധി എന്നത് ലൈംഗിക അതിക്രമങ്ങളിൽ നീതി തേടുന്നവർക്ക് ആത്മവിശ്വാസം നൽകുന്നതിലും സിനിമാ മേഖലയിലും പൊതുരംഗത്തെയും ഉന്നതർ നടത്തുന്ന അധികാര ദുർവിനിയോഗം, അതായത് അബ്യൂസ് ഓഫ് പവർ, ആ പവറിലിരുന്നു കൊണ്ട് നടത്തുന്ന അധികാര ദുർവിനിയോഗം ചോദ്യം ചെയ്യപ്പെടുന്നതിലും ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ ചരിത്രത്തിൽ തന്നെ ഒരു സുപ്രധാന നാഴികക്കല്ലായി മാറുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അതുമാത്രമല്ല, 8-ാം തീയതിയിലേക്ക് എത്തുമ്പോൾ അവിടെ ഈ പറഞ്ഞ 1 മുതൽ 8 വരെയുള്ള എല്ലാ പ്രതികളും കോടതിയിൽ നിർബന്ധമായി ഹാജരാകണമെന്ന് കോടതി അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇത്രയും നാൾ നീണ്ട 8 വർഷത്തെ പോരാട്ടം എന്ന് പറയുമ്പോൾ അത് അതികഠിനമായിരുന്നു എന്ന് കൂടി പറയേണ്ടി വരും. ആ നായികയ്ക്ക് മാത്രമല്ല, നായികയെ സപ്പോർട്ട് ചെയ്ത ഓരോരുത്തർക്കും അത് വലിയ അതികഠിനമായിരുന്നു. ഇതിൽ നായികയ്ക്കൊപ്പം നിന്നവർ WCC അടക്കമുള്ളവരുടെ പിന്നീട് അവരുടെ കരിയർ തന്നെ ഇല്ലാതാവുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മനഃപൂർവ്വം അവരെ മാറ്റി നിർത്തപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ അവർക്ക് പിന്നീട് തൊഴിൽ നിഷേധിക്കപ്പെടുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴും അവരെല്ലാം ശക്തമായി നടിക്ക് വേണ്ടി നിലകൊണ്ടു എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ടത്. ഒപ്പം തന്നെ കേരള പൊതുസമൂഹം ഒന്നടങ്കം, കേരളത്തിലെ ഓരോ ജനങ്ങളും ഒന്നടങ്കം നടിക്ക് പിന്തുണയുമായി രംഗത്തെത്തി എന്നുള്ളത് കൂടി ഇവിടെ പറയേണ്ടിയിരിക്കുന്നു. അതിൽ ജെൻഡർ വ്യത്യാസമില്ലാതെ, അതായത് ആ സ്ത്രീ പുരുഷ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ എല്ലാവരും അവിടെ നടിക്കൊപ്പം തന്നെ ഉണ്ട്. അന്ന് നടിക്കുണ്ടായ അതിക്രമത്തിനെതിരെ അവർ ഒന്നിച്ചു നിൽക്കുന്ന സാഹചര്യം കൂടി ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും സുപ്രധാനമായ ഒരു ഗൂഢാലോചനയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് കഴിഞ്ഞ 2017 മുതൽ 2025 വരെയുള്ള ഈ കാലഘട്ടത്തിൽ ഓരോ തവണയായി പുറത്തു വന്നിട്ടുള്ളത്. ഇവിടെ ദിലീപ് എന്ന അതിക്രൂരനായ ഒരു ആളുടെ മുഖം കൂടി പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടായി. അവിടെ ദിലീപ് എന്ന പ്രമുഖ നടൻ തങ്ങളുടെ 2 പേർ തമ്മിലുണ്ടായ പ്രശ്നങ്ങളുടെ പേരിലുണ്ടായ ക്രിമിനൽ ഗൂഢാലോചന അത് കൊണ്ടെത്തിച്ചത് ഒരു നടിയുടെ ജീവിതത്തിലേക്ക് തന്നെയായിരുന്നു. തങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന തരത്തിലേക്ക് മാറുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോഴും 85 ദിവസത്തോളം ദിലീപ് ജയിലിൽ കിടന്നിട്ടുണ്ടെങ്കിലും പിന്നീട് ദിലീപിന് സപ്പോർട്ടായി ഒത്തിരി പേർ എത്തുന്ന സാഹചര്യം ഉണ്ടായി. അതിൽ ശ്രീലേഖ അടക്കമുള്ള, അതായത് ജയിൽ മേധാവി എന്ന ശ്രീലേഖ അടക്കമുള്ള നടത്തിയ വെളിപ്പെടുത്തലുകൾ വലിയ തരത്തിൽ വിവാദമാവുകയും ചെയ്തതാണ്. വലിയ തരത്തിൽ അത് ചർച്ചയാവുകയും ചെയ്തതാണ്. അവർ തന്നെ യൂട്യൂബിലൂടെ നടത്തിയ പ്രസ്താവനകൾ അത് പിന്നീട് വലിയ വിവാദങ്ങളിലേക്ക് വഴിവെക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അത്തരത്തിലുള്ള സംഭവ വികാസങ്ങളെല്ലാം കഴിഞ്ഞ 8 വർഷമായി നടന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴിതാ നീതിയുടെ പൊൻകിരണം തെളിഞ്ഞിരിക്കുന്നു എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു. ഇവിടെ നീതിയുടെ പ്രകാശത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. നടിക്ക് നീതി കിട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇനി ഉയർന്നു വരുന്ന ചോദ്യങ്ങൾ. അതിൽ ദിലീപ് അടക്കമുള്ളവർ ശിക്ഷിക്കപ്പെടുമോ എന്നുള്ളതാണ് കേരള സമൂഹം ഉറ്റുനോക്കുന്നത്.